നമ്മുടെ ഇവിടുത്തെ ഗ്രാമത്തിന്റെ അകത്തൂടെയുള്ള വഴികളാണ് നമ്മൾ പോകാൻ പോകുന്നത്. റെഡിയല്ലേ? അടി കരിമീൻ ചണ്ടിയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ എന്താ ആനക്കൽ പെട്ടിയിലാണ് നിൽക്കുന്നത്. ഈ ആനക്കൽ ചൂട് ചായ കടല, ഈ ചൂട് കടല അങ്ങനെ അഭിപ്രായം പറഞ്ഞ ചിലപ്പോ തെറ്റായിരിക്കും. വണ്ടികളൊന്നും തൽക്കാലത്തൊക്കെ അവഴി വരാണ്ടിരിക്കണം. ഗ്രീൻ ഹട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ മറയൂരിന്ന് നമ്മളുടെ മൂന്നാറിലേക്ക് പോവാണ്. പക്ഷെ നമ്മളിപ്പം കോവിൽക്കടവിന് ഏകദേശം 4 കിലോമീറ്റർ അകത്താണ് നമ്മളുള്ളത്. ഇവിടുന്ന് നമ്മളുടെ മൂന്നാറിലേക്കുള്ള റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചന്ദനക്കാടിൻ്റെ അകത്തൂടെയൊക്കെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. കിടിലൻ റോഡുകളാണ്, ചെറിയ വഴികളാണ്, ഒത്തിരി പേരൊന്നും അധികം യാത്ര ചെയ്യാത്ത നമ്മുടെ ഈ ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ അകത്തൂടെയുള്ള വഴികളാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതേപ്പം നമ്മുടെ മച്ചാനുണ്ട്. നമ്മൾ ഇന്ന് അടുത്ത പരിപാടി തുടങ്ങുകയാണ്. പൊളി തുടങ്ങാൻ പോവുകയാണ്. റെഡിയല്ലേ? ബൈ അടി. ഞങ്ങളിപ്പോ കർശനാട് നാട്ട് ഇറങ്ങിയേക്കണേ. കർശനാടിന്ന് നമ്മളിപ്പോ നമ്മുടെ മൂന്നാർ റൂട്ടിലേക്ക് നമ്മൾ പോകാൻ പോകണം. പക്ഷെ നമ്മൾ കുറച്ച് ഉള്ളിൽ ഈ ഗ്രാമത്തിന്റെ അകത്തൂടെയൊക്കെ പോകുന്നതുകൊണ്ടേ ചെറിയ വഴികളൊക്കെ ആട്ടോ, മൊത്തം ചെറിയ വഴികളാണ് ഈ പോകുന്ന വഴിക്കെല്ലാം. ഇതിപ്പോ നമ്മുടെ മറയൂർ ഉൾറോട്ടിൽ കൂടെ ആയതുകൊണ്ട് ഇത് കരിമ്പൻ തോട്ടം കേട്ടോ, പഴയൊരു കരിമ്പൻ തോട്ടം. അത് കണ്ട ശർക്കര ഉണ്ടാക്കുന്ന സ്ഥലമുണ്ട്. പിന്നെ അതേ കരിമ്പൻ ചണ്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നേരെ കാണുന്നത് കാന്തല്ലൂർ മലനിരകളാട്ടോ. നേരെ മഞ്ഞുമുടി കിടക്കണുണ്ടോ, അത് കാന്തല്ലൂർ മലനിരകളാണ്. പിന്നെ ഇവിടുത്തെ ശർക്കരയുടെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഈ റോഡേ നമ്മളുടെ കോവിൽക്കടവിൽ നിന്ന് ആനക്കൽപ്പെട്ടിയിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴി ചെന്ന് നമ്മുടെ ഈ റോഡിൽ നിന്ന് മുട്ടും നമ്മുടെ റോഡ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ആനക്കൽപ്പെട്ടിയിലാണ് നിൽക്കുന്നത്. ഈ ആനക്കൽപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചന്ദനക്കാടാണ്. ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഒന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാന്തല്ലൂർ സൈഡിൽ നിന്ന് വരുമ്പം നമ്മളുടെ പിന്നെ കോവിൽക്കടവിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞുള്ള റൂട്ടാണിത്. അപ്പോൾ ഇത് നേരെ ചെല്ലണം നമ്മളുടെ മറയൂർ മൂന്നാർ റൂട്ടിൽ ചെന്നിട്ട് കയറും ഇത്. കാരണം ഈ വഴിയിൽ മാത്രം നമ്മൾ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാടുള്ളൂ, ചന്ദനക്കാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുവഴി നമുക്കൊന്ന് യാത്ര ചെയ്ത് നോക്കാം അങ്ങോട്ട്. എങ്ങനെയുണ്ട് നോക്കാമല്ലോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ചെറിയൊരു ചെക്ക് പോസ്റ്റാണെന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ രാത്രിയിൽ മാത്രം തുറക്കുന്നതാണോ എന്ന് അറിയത്തില്ല. നമ്മുടെ വനവകുപ്പിന്റെ കണക്ക് പ്രകാരം ഏകദേശം 65,000-ഓളം മരങ്ങളുണ്ട് കേട്ടോ, ചന്ദന മരങ്ങളുണ്ട് നമുക്കിവിടെ. ഇത് നമ്മുടെ വീട്ടിലും നട്ടുപിടിപ്പിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഇതേ മറയൂർ ശർക്കര അങ്ങോട്ട് നാച്ചുവയലാണ്, നമുക്ക് നേരെയാണ് പോകുന്നത്. ഈ വനത്തിലാണ് ശരിക്കും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ക്യാമറയിൽ കുടുങ്ങിയില്ലേ കരടി, മറയൂർ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് വിഷയമൊക്കെ ഉണ്ടായില്ലേ, അത് ഈ വനത്തിലാണ് കേട്ടോ. നമ്മുടെ ഈ റൂട്ടിലാണ് അത് നമ്മൾ കണ്ടത്. ചന്ദനമരങ്ങളുടെ വിത്തിട്ടും പിടിപ്പിക്കാൻ നമുക്ക് അതുപോലെ തന്നെ തയ്യും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. നമുക്കത് നട്ടുപിടിപ്പിച്ച ശേഷം വനവകുപ്പിനെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളേ. ഇത് നമ്മളിവിടെ ഇറങ്ങുന്നില്ല കേട്ടോ ഒന്നും. വനവകുപ്പിന്റെ പെർമിഷനൊക്കെ വേണം ശരിക്കും ഇറങ്ങണമെങ്കിൽ. അത് ഇറങ്ങുന്നവരുണ്ട്, നമ്മൾ ഇറങ്ങുന്നില്ല. അപ്പം നമ്മളങ്ങനെ നമ്മുടെ മെയിൻ റൂട്ടിലേക്കൊന്ന് കയറി, മൂന്നാർ റൂട്ടിലേക്കൊന്ന് കയറി. ഫോറസ്റ്റ് സ്റ്റേഷൻ നാച്ചുവൽ നമ്മൾ അവിടെ വന്ന് കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവിടെ ഫോറസ്റ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതാണ് നേരെ പോയ നമ്മൾ ഇന്നലെ പോയ മറയൂർ റോഡാണത്, ചിന്നാർ റോഡാണ്. ആനക്കൽപ്പെട്ടി, ആച്ചുവയൽ, പല്ലനാട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയായിട്ട് നിർത്തിയ കേട്ടോ. നിർത്തിയപ്പോഴാണ് ഇവിടുത്തെ കാലാവസ്ഥ, നല്ല കാലാവസ്ഥയായിട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിർത്താനേ വേറൊരു കാര്യം കൂടി ഉണ്ടെന്നറിയോ. നമ്മളെപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന സാധനമുണ്ട് കണ്ട, ബഫല്ലോ ഗ്രാസ്. ഒരാളും പുല്ല് വെട്ടണ മെഷീനും വേണ്ട, ഒന്നും വേണ്ട. എന്ത് ഭംഗിയായിട്ടാന്ന് നോക്കി നമ്മുടെ ഈ ബഫല്ലോ ഗ്രാസ് ഇവിടെ നിൽക്കണ കാണാനായിട്ട്. അതാണ് സംഭവം. നമ്മൾ എത്ര വളയിട്ട് പുല്ല് വെട്ടി എല്ലാം ചെയ്താലും പ്രകൃതി അത് നാച്ചുറലായിട്ട് വരുന്ന സംഭവങ്ങളെല്ലാം കിഡുമാണ്, ഒന്നും പറയാനില്ല. അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെയാണ് കണ്ട. ബഫല്ലോ ഗ്രാസ് കണ്ടില്ലേ, സംഭവം ഒന്നും ചെയ്തിട്ടില്ല ആരും. പക്ഷെ നല്ല അടിപൊളി. ഇവിടെ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇവിടെ കുറച്ച് ചൂടൊക്കെ വരുമ്പോൾ കുറച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പം സംഭവം അത് റെഡി ആയിക്കോളും. കാരണം അത് അങ്ങനെ പ്രകൃതിയുടെ ഒരു സംഭവമാണ്. കാരണം ഈ ചെറിയ മഞ്ഞും അതുപോലെ തന്നെ ഈ മഴയും ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തളിർത്ത് അടിപൊളിയായിക്കോളും. പിന്നെ ഈ പശുക്കളൊക്കെ വന്ന് കടിക്കുമല്ലോ, അങ്ങനെ കടിച്ച് തിന്നുന്നും അതിൻ്റെ നീട്ടം കുറഞ്ഞ് അതിങ്ങനെ പതിഞ്ഞ് ഇങ്ങനെ കിടന്നോളും. അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ബഫല്ലോ ഗ്രാസൊക്കെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഇതെപ്പോഴും ഉരുൾപൊട്ടി ഉണ്ടായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തോന്നിട്ടേക്ക് കണ്ടിട്ട്. ആ ഉരുൾപൊട്ടിയിട്ട് ആ മണ്ണും ചെളിയും എല്ലാം കൂടെ ഒഴുകി വന്ന് കിടന്നിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. മറയൂരിൽ നിന്ന് വരുന്ന വഴിക്ക് ഭക്ഷണം കഴിക്കാൻ ഏതെങ്കിലും ഒരു കട നോക്കി, ഒരു കടയില്ല. എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് ഇതുപോലെ ആകെ പ്രളയത്തിലും അതുപോലെ തന്നെ കച്ചവടമൊന്നും ഇല്ലാണ്ടും ഒക്കെ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക കേട്ടോ. മിക്ക കടകളും ഇത് വളരെ കുറവാണ്. ഇനിയിപ്പോൾ അത് ഇപ്പോൾ ടൂറിസ്റ്റ് തുടങ്ങിയേക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ചാലായിക്കോളും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞെങ്കിൽ മൊത്തം ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക ആകെ.
ഞാനിവിടെ ഈ മുഖം കഴുകാൻ നിർത്തിയ കാര്യം എന്താ അറിയോ? മറ്റൊന്നുമല്ല, നമ്മുടെ പുറകെ കാണുന്ന ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കണ്ട, ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട കടകൾ ഇപ്പോൾ മൂന്നാറിൻ്റെ പല ഭാഗങ്ങളിലും എല്ലായിടത്തും നിറയുണ്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിട്ട കടകൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കച്ചവടവും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ ഇവർക്കില്ല. എല്ലാ കച്ചവടക്കാരും ഇപ്പോൾ നമ്മൾ പണ്ട് മൂന്നാർ എന്ന് പറയുമ്പോൾ ക്യാരറ്റ് കച്ചവടം, ചൂട് ചായ, കടല, ഈ ചൂട് കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പഴയ കുറേ പ്ലാസ്റ്റിക് കടകളാണ്. ഈ പ്ലാസ്റ്റിക് കടകളെല്ലാം എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ നിയമപരമായിട്ട് പ്ലാസ്റ്റിക് കടകൾ ഒഴിവാക്കിക്കൊണ്ട് ബാമ്പു വെച്ചിട്ടോ അല്ലെങ്കിൽ ഓലയോ അങ്ങനെ എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഒരു ദാരിദ്ര്യാവസ്ഥ മാറിക്കിട്ടും. ഒന്നത്. രണ്ടാമത്, നമ്മളുടെ ഈ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള നമ്മുടെ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഓലയോ ബാംബൂസോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ രണ്ട് ഗുണങ്ങളാണ്. നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുകയും ചെയ്യും. രണ്ടാമത് നമുക്ക് പിന്നെ ഈ പ്ലാസ്റ്റിക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലേ, ഈ കടകളെല്ലാം ഇപ്പോൾ ഇതുമാതിരി പൂട്ടിയിട്ടിരിക്കണേ. ഞാൻ ഈ കണ്ട വഴിയെല്ലാം എല്ലാ പ്ലാസ്റ്റിക് എല്ലാ കടകളും ഒഴിഞ്ഞ് ഒറ്റ കട പോലും ഇപ്പം ഇവിടെ ഇല്ല. ശരിയല്ലേ സെബാസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്? വേണ്ട, പ്ലാസ്റ്റിക് കളയ തന്നെ വേണം. കളയ തന്നെ എന്ന് വെച്ചാൽ എൻ്റെ ബ്യൂട്ടി നമ്മുടെ കളയാണ്. ഇത്രക്ക് ഒരു ഭയങ്കര വൾഗറായിട്ട് ഫീൽ ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞതൊരു ഇപ്പം ഈ മൂന്നാറിലെ ഈ കടകളെല്ലാം ഒരു ദാരിദ്ര്യം ലുക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാണ്. ഇത് ഉപയോഗിക്കാനിട്ട് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കാണ് ഈ കടകളെല്ലാം. അപ്പോൾ ആ ഇടിഞ്ഞു പൊളിഞ്ഞ കടകളെങ്കിലും പൊളിച്ചു മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളിയായിരിക്കും. വെറുതെ തമാശകര അഭിപ്രായം പറഞ്ഞണ്ട, ചിലപ്പോൾ തെറ്റായിരിക്കും. എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാ ഇവിടെ. ചെറിയൊരു കടയുണ്ട് ഇവിടെ. നമ്മുടെ മറയൂർ വിട്ട് വന്നിട്ടേ ഏകദേശം മൂന്നാർ എത്താറായപ്പോഴാണ് ഒരു കട ഉണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇത് കണ്ടേ, ഇങ്ങനൊരു പെട്ടിക്കട. പണ്ട് എന്തോരം കടകൾ എന്തോരം കാര്യങ്ങളുണ്ടായാ, ഇപ്പോൾ ഒന്നുമില്ല. ആകെ 1-2 കടകളേ ഉള്ളൂ. ഇത് കണ്ടോ, ഇതും പ്ലാസ്റ്റിക് വെച്ചിട്ട് കെട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല. അത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അങ്ങനത്തെ ഒരു വൃത്തികേടും കാര്യങ്ങളൊന്നും ഒത്തിരി ഫീൽ ചെയ്യുന്നില്ല. ഇതുപോലെയാണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ചെറിയൊരു വിഷയം. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. അപ്പോൾ അവിടെ ഇപ്പോൾ ഉള്ളത് ബ്രെഡ് ഓംലേറ്റ് ഉണ്ട്, മാഗി, ഇത് രണ്ടും ഉണ്ട്. കാരണം ഇത് രണ്ടും മാത്രമേ ഇവിടെ ഈ ഭാഗത്തൊക്കെ അല്ലെങ്കിലും കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ടൗണിൽ പോകേണ്ടി വരും. അപ്പോൾ നേരെ പോയിട്ട് നമ്മുടെ സെബാസ്റ്റ്യൻ എന്താ ഓർഡർ ചെയ്യുന്നറിയില്ല. എന്തായാലും അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പോവാം. നമുക്ക് നേരെ കടയിലേക്ക് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. നമ്മുടെ ഈ ചേട്ടൻ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. മാഗി ആണ് ഞങ്ങൾ കഴിച്ചത്. കാരണം സംഭവം എങ്ങനെയാണെന്ന് അറിയില്ലായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. പക്ഷെ നല്ല അടിപൊളി മാഗി ആയിരുന്നു, നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പതുക്കെ നീങ്ങാട്ടോ. പിന്നെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കടകളൊക്കെ ഈ വഴി വേണം കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും യാത്രയിൽ. നമ്മുടെ രാജമലയിലെ കടകളാണ് ഇതൊക്കെ. ഇതുണ്ട്, എല്ലാ കടകളും പൂട്ടിക്കിടക്കാണ്. ഇത് കണ്ടോ, പണ്ട് ഇവിടെ സീസൺ സമയത്ത് നിറയെ തിരക്കുള്ള സമയമാണ്. ആ സമയത്ത് നിറച്ച് ആളുകളായിരുന്നു ഇവിടെ. ഇത് കണ്ട, ഇപ്പൊ ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. ഇതുണ്ടോ, ഈ ഒരു കടയേ ഉള്ളൂ, വേറെ കടകളൊന്നും ഇല്ല ഇവിടെ. ഇപ്പൊ ഈ വേറെ സംഭവങ്ങളൊന്നും ഇല്ല. ഇപ്പൊ മുകളിലേക്കുള്ള ടൂറിസ്റ്റ് ഇത് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഇത് ഗസ്റ്റ് കുറവാണ് എങ്കിലും മുകളിലേക്ക് ആളെ കയറ്റി വിടുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചുപോയ ഒരു ഇതുണ്ട്, ഒരു പാലമുണ്ട്. അത് നമ്മളീ പോകുന്ന വഴിക്കാണ്. അതിപ്പോ പുതുക്കി പണിത് അടിപൊളിയാക്കിയെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് അറിയില്ല. എത്താറായിട്ടുണ്ട്. അതെ അത് തന്നെ. ഇതാണ് നമ്മുടെ പാലം, പുതുക്കി പണിത് പാലം. നല്ല അടിപൊളി പാലം കേട്ടോ ഇത്. വെച്ചിട്ടുണ്ടെങ്കിലേ പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, മൂന്നാറ് മറയൂർ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ ഇപ്പൊ നമ്മൾ കേട്ടിട്ടില്ലേ, മറയൂർ സൈഡൊക്കെ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ കേട്ടിട്ടില്ല. അത് ഈ പാലം ഒലിച്ചു പോയപ്പോഴാണ് സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്ക് അപ്പുറത്തോട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ പോകണമെങ്കിൽ തമിഴ്നാട് വഴി ചുറ്റി ഒക്കെ പോകണം കേട്ടോ. അങ്ങനത്തെ ഇപ്പൊ നല്ല സുഖമായി, നല്ല റോഡൊക്കെ ആയല്ലോ. ദേ നമ്മുടെ ക്യാരറ്റ്, നമ്മൾ പറഞ്ഞില്ല നേരത്തെ ക്യാരറ്റ് കണ്ടില്ല, ഒന്നും കണ്ടില്ല എന്നൊക്കെ. മൂന്നാർ ടൗണിലെത്തി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ക്യാരറ്റ് കണ്ടത്. അപ്പൊ ക്യാരറ്റ് ആകെ 2-3 കടകളുള്ളൂ ഇപ്പൊ മൂന്നാറിൽ. ഇനിയിപ്പോ സീസൺ ആയി കഴിയുമ്പോൾ ഒത്തിരി ആയിക്കോളും. അപ്പൊ നമ്മുടെ സെബാസ്റ്റ്യൻ ഭായി ക്യാരറ്റ് വാങ്ങിച്ച്, ഞാൻ വാങ്ങിച്ചില്ലായിരുന്നു. കാരണം എപ്പോൾ വാങ്ങിച്ചു ചെന്നാലും അതിന്റെ കയ്യിലേക്ക് ഉണങ്ങിപ്പോൾ പിടിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല. ഇപ്പൊ സമയം 4:30 ആയി. നമ്മളിപ്പോ മൂന്നാറിന്ന് മാങ്കുളം റൂട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഏകദേശം ഇരുട്ടായി. ഇനി ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ഏതായാലും ശരിക്കും നമ്മൾ മൂന്നാറിന്ന് നമ്മൾ എപ്പോഴും ആസ്വദിച്ച് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്ത് നിന്ന് വരുമ്പോ കല്ലാറിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി കയറി പോകണം എപ്പോഴും. വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രകൃതി ഭംഗിയാണ്, ചെറിയ റോഡൊക്കെയാണ്. പക്ഷെ കുറച്ച് കട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും
നല്ല അടിപൊളി കാഴ്ചകളാണ്. പക്ഷെ ഇതിന്റെ കാഴ്ചകളും ഇതിൽ കുറെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഒരു ആദിവാസി കോളനികളും അതുപോലെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മുടെ ആദിവാസി കോളനിയിലുള്ള കുറെ സംഭവങ്ങളും അങ്ങനെ നല്ല അടിപൊളി റൂട്ടാണിത്. അപ്പൊ ആ റൂട്ടൊക്കെ നമുക്ക് ഇനി ഒരു ദിവസം ഇത് മാത്രമായിട്ടും അതുപോലെ തന്നെ ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കാണാനും ഇതൊക്കെ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇനി ഒരു വരവിന് അത് നമുക്ക് ക്ലിയർ ചെയ്യാം. ഇതിപ്പോ നമ്മൾ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷ്മിയിൽ എനിക്കൊരു സൈറ്റ് വന്നിട്ടുണ്ട്. ആ സൈറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മുടെ സൈറ്റിന്റെ വിശേഷങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇരുട്ടായി വരികയാണ്. ഇരുട്ടായി ചിലപ്പോ എനിക്ക് നോക്കിയിട്ട് പോകേണ്ടി വരും. അത് ചിലപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലെന്ന് വരും. അപ്പൊ അത് സൈറ്റ് വർക്ക് തുടങ്ങുമ്പോഴേ ചിലപ്പോൾ അത് കാണാൻ പറ്റുള്ളായിരിക്കും. എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ. നമ്മൾ ഈ വഴി വരുമ്പോഴത്തേക്കേ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ വഴിയിൽ ആള് വളരെ കുറവാണ്. ഇത് കണ്ട മൂന്നാറിലേക്ക് വരുന്ന വഴിയാ, ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള വഴിയിൽ ഇവിടെ ആരും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ ചെയ്യാം, കാണാനും നല്ല ഭംഗിയാണ്, സംഭവം കിടുവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നമ്മൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റ് നമ്മുടെ മാങ്കുളം പോകണമെന്നില്ല, ഈ അകത്തൂട്ടി നമ്മുടെ കല്ലാർന്ന് കയറി ഇങ്ങനെ വന്ന് പോയാൽ മതി. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുറേ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. രാത്രി ആയതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇരുട്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് പോകുന്ന വഴി എൻ്റെ സൈറ്റിലേക്ക് കയറാനുണ്ട്. സാറ് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ വിട്ടു പോവുകയാണ്. നമ്മുടെ ക്ലയൻറ്റ് വിളിച്ചു, അത് കാരണം വിട്ടു പോവാണ്. മുടി വാരണ നോക്കിയേ, ഒരു രക്ഷയില്ല. മുടി വാരിട്ട് അതിന്റെ ഒച്ചയുടെ കേൾക്കാം. ഞാൻ കയറിയിരിക്കണാണ്. അപ്പൊ ക്ലയന്റ് വിളിച്ചോണ്ടിരിക്കണാണ്. അപ്പൊ ഞാനപ്പോ ആള് കയറണല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ സെബാസ്റ്റ്യൻ ഭായി. അപ്പൊ എന്നാ മുടി വാരണ പശു ചേട്ടൻ നമ്മളെ വിടുവാ. ചേട്ടോ പോയി ഒന്ന് സൈഡ് തരോ പൊന്നോ, വല്ല കാലിലോ എവിടെയെങ്കിലും വണ്ടി കയറിയ പണി പാളിയതാണ് ചേട്ടന്റെ. ഞാനിപ്പോ നിൽക്കുന്നത് കുരിശുപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ പഴയ മൂന്നാറിന്ന് ചിന്നാർ സൈഡിൽ നിന്ന് വരുമ്പോൾ പഴയ മൂന്നാറിന്ന് റൈറ്റ് മാങ്കുളത്ത് കിടക്കുന്ന റോഡാണിത്. നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റിനകത്തൂടെയാണ് ഈ വഴി കിടക്കുന്നത്. ഇപ്പൊ വരുന്ന വഴി എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. അതായത് ഏകദേശം 1 മണിക്കൂറോളം ഞാൻ എടുത്ത് ഒരു 20-25 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനായിട്ട് ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ അടുത്തെടുത്തു തോന്നുന്നു ഏകദേശം. കാരണം റോഡ് പൊട്ടിക്കിടക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ വണ്ടികളും 2 വീലേഴ്സ് പൊക്കം കുറഞ്ഞ വണ്ടികളൊന്നും തൽക്കാലത്തേക്ക് ആ വഴി വരാണ്ടിരിക്കണേ നല്ലത്. പക്ഷെ കാഴ്ച നല്ല രസമായിട്ടുള്ള കാഴ്ചകളാണ്. കാരണം ലക്ഷ്മി എസ്റ്റേറ്റിന് അതോട് വരുമ്പം ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. ശരിക്കും എറണാകുളത്ത് നിന്ന് പോകുമ്പോൾ ഏറ്റവും സുഖമായിട്ട് പോകാൻ പറ്റിയ വഴിയാണ് കേട്ടോ അങ്ങോട്ടേക്കും. പക്ഷെ അതിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് നാളെ രാവിലെ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ നമ്മുടെ റൂമൊന്നും എടുത്തിട്ടില്ലേ, നമ്മളുടെ ഷാജി ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ചേട്ടനുണ്ട് ഇവിടെ അടുത്ത് തന്നെ. പുള്ളിക്കാരൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു മലയുടെ മേളിൽ ട്രക്ക് ചെയ്യാം, ഇവിടെ തന്നെ കിടന്നുറങ്ങാം. അപ്പൊ രാവിലെയാണ് അതിന്റെ കാഴ്ചകൾ, മഞ്ഞ് മൂടിയ മലകളാണ് എല്ലാം. അപ്പൊ രാവിലെയാണ് അതിന്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇവിടെ കുരിശുപാറ അടുത്തായിട്ടാണ് ഈ സ്ഥലം. അപ്പൊ ഞാൻ നേരെ മലമുകളിലേക്ക് പോവാണ്. മലയുടെ മുകളിൽ കിടന്ന് അവിടെ തന്നെ കിടക്കുകയാണെന്ന്. പക്ഷെ അതിന്റെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇരുട്ടാണ്. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ലൈറ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ അതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത വരവിന് അതൊക്കെ ഞാനത് ക്ലിയർ ചെയ്തേക്കാം. ഇപ്പൊ നമുക്ക് രാവിലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാഴ്ചകൾ കാണണം, സൈറ്റിലൊക്കെ പോകണം, കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതുവരെയും ഞാനിപ്പോ ഇന്നത്തെ കാര്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്തെങ്കിലും മെസ്സേജ് ഇടുക, അതുപോലെ തന്നെ നമ്മുടെ ബെല്ലിലൂടെ നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നാളെ രാവിലെ കിടിലൻ കാഴ്ചകളൊക്കെ ആയിരിക്കും. അപ്പൊ നാളത്തെ കിടിലൻ കാഴ്ചകളും സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതുവരേക്കും സലാം, ബൈ. ഇത് മഞ്ഞ് മൂടി വരാണ്ട സവാസിനെ കാണിച്ചു. അതും പുള്ളിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടോ, മഞ്ഞ് മൂടി കിടക്കുക. അവിടെ എന്തോ ഒരു നമ്മൾ ഉറങ്ങിയ സ്ഥലം.